നമസ്കാരം, ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിൽ ട്രാൻസ് ഇൻഫ്ലുവൻസർക്ക് 3 വർഷ തടവ്. കുരിശ് കൃഷിയല്ല ജൈവ കൃഷിയാണ് നാട്ടിൽ വേണ്ടതെന്ന് ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ്. അനുമതിയില്ലാതെ ആലയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. വംശീയ കലാപത്തിൽ തകർന്ന മണിപ്പൂരിലെ ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 4ാമത് ഇടയ്ക്കാട് കൺവെൻഷൻ ഏപ്രിൽ 3 ആരംഭിക്കും. IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ അടൂർ വെസ്റ്റ് സെന്റർ സൺഡേ സ്കൂൾ വാർഷികം മാർച്ച് 30. വാളറയിൽ സെഹിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യ 3ാമത് ജനറൽ കൺവെൻഷൻ. ഓസ്ട്രേലിയയിൽ ചർച്ച് ഓഫ് ഗോഡ് ഓസ്ട്രേലിയ ഇന്ത്യൻ ചാപ്റ്റർ നാഷണൽ കോൺഫറൻസ്. സുൽത്താൻ ബത്തേരിയിൽ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യ യുവജന ക്യാമ്പ്. ചേലക്കരയിൽ മാർച്ച് 24 മുതൽ സ്വർഗീയാഗ്നി കൺവെൻഷൻ. ഇന്തോനേഷ്യയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിൽ ട്രാൻസ് ഇൻഫ്ലുവൻസർക്ക് 3 വർഷ തടവ്. പുരുഷനെ പോലെ തോന്നാൻ യേശുക്രിസ്തു മുടി മുറിക്കണമെന്ന വിവാദ പരാമർശം നടത്തിയ ട്രാൻസ് ഇൻഫ്ലുവൻസർക്ക് 3 വർഷം തടവും 10 കോടി IDR പിഴയും വിധിച്ചു. ഇന്തോനേഷ്യൻ നഗരമായ മേദാനിലെ കോടതിയാണ് ഇവരെ ശിക്ഷിച്ചത്. ഇന്തോനേഷ്യൻ മുസ്ലിം ട്രാൻസ് ഇൻഫ്ലുവൻസർ റാദു താലിസയെയാണ് 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. ഒരു ലൈവ് സ്ട്രീമിനിടയിലാണ് റാദു താലിസ വിവാദ പരാമർശം നടത്തിയത്. യേശുക്രിസ്തുവിന്റെ ചിത്രം കയ്യിലെടുത്ത് ഒരു പുരുഷനെ പോലെ തോന്നാൻ യേശു മുടി മുറിക്കണമെന്നായിരുന്നു റാദു നടത്തിയ പ്രസ്താവന. വിവാദ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു മതത്തിനെതിരായ വിദ്വേഷം പ്രചരിപ്പിച്ചതിന് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. റാദു താലിസയുടെ പരാമർശങ്ങൾ പൊതുക്രമവും മതസൗഹാർദ്ദവും തടസ്സപ്പെടുത്തിയെന്ന് കോടതി വ്യക്തമാക്കി. കുരിശ് കൃഷിയല്ല ജൈവ കൃഷിയാണ് നാട്ടിൽ വേണ്ടതെന്ന് ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ്. നീതിയുടെ ചിഹ്നമായ ക്രിസ്തുവിന്റെ കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ്. കേരളത്തിൽ വീണ്ടും കുരിശ് കൃഷി വ്യാപകമാവുകയാണ്. ഭൂമി കയ്യേറാൻ ഉള്ളതല്ല, കൃഷി ചെയ്യാനുള്ളതാണ്. കുരിശ് കൃഷിയല്ല ജൈവ കൃഷിയാണ് വേണ്ടതെന്നും ബിഷപ്പ് പറഞ്ഞു. ഇടുക്കി പരുന്തുംപാറയിൽ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ കുരിശ് പണിത കയ്യേറ്റക്കാരന്റെ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ഗീവർഗീസ് മാർ കുറിലോസിന്റെ പ്രസ്താവന. അനുമതിയില്ലാതെ ആലയങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. ആരാധനാലയങ്ങളിൽ അനുമതിയില്ലാതെ ഉച്ചഭാഷിണി ഉപയോഗിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ. ജില്ലാതല മതസൗഹാർദ്ദ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. സമയപരിധി കഴിഞ്ഞും ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. വംശീയ കലാപത്തിൽ തകർന്ന മണിപ്പൂരിലെ ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ഈ മാസം ആദ്യം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ വംശീയ കലാപത്തിൽ തകർന്ന മണിപ്പൂരിലെ ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാന ഭരണകൂടത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. 2023 മെയ് 3 കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷവും ഇരു വിഭാഗങ്ങളുടെ 386 മതസ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ടെന്നാണ് മണിപ്പൂർ സർക്കാർ 2023 ഓഗസ്റ്റിൽ സുപ്രീം കോടതിയെ അറിയിച്ചത്. എന്നാൽ കലാപം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ 36 മണിക്കൂറിനുള്ളിൽ 249 പള്ളികൾ തകർന്നിട്ടുണ്ടെന്നാണ് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമോൺ ചൂണ്ടിക്കാട്ടിയത്. 4ാമത് ഇടയ്ക്കാട് കൺവെൻഷൻ ഏപ്രിൽ 3 ആരംഭിക്കും. ഏപ്രിൽ 3 ഇടയ്ക്കാട് വടക്ക് ഇമ്മാനുവൽ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന 4ാമത് ഇടയ്ക്കാട് കൺവെൻഷനിൽ പാസ്റ്റർ വർഗീസ് ജോഷുവ, സുവിശേഷൻ വിൻസെന്റ് ചാർലി, പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണി എന്നിവർ ദൈവവചനം സംസാരിക്കും. ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെയാണ് യോഗങ്ങൾ. പ്രമുഖ സംഗീതജ്ഞൻ പാസ്റ്റർ സുനിൽ സോളമന്റെ നേതൃത്വത്തിലുള്ള ഡിവൈൻ ഹാർപ്പ് സംഗീത ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകും. IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ അടൂർ വെസ്റ്റ് സെന്റർ സൺഡേ സ്കൂൾ വാർഷികം മാർച്ച് 30. IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ അടൂർ വെസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 30 കിഴക്കുപുറം IPC ശാലിമിൽ സൺഡേ സ്കൂൾ വാർഷികവും അധ്യാപക ആദരവും നടക്കും. പാസ്റ്റർ തോമസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ഇവാഞ്ചലിസ്റ്റ് ബെൻസിക് മിറണ്ട മുഖ്യ അതിഥിയായിരിക്കും. നെല്ലിമുകൾ താബോർ സൺഡേ സ്കൂൾ ഗാനങ്ങൾ ആലപിക്കും. യോഗത്തിൽ താലന്ത് പരിശോധന വിജയികളെ ആദരിക്കൽ, വാർഷിക പരീക്ഷയുടെ സമ്മാനദാനം എന്നിവ ഉണ്ടായിരിക്കും. പാസ്റ്റർ ബിൻസ് ജോർജ്, പാസ്റ്റർ ജോസ് വർഗീസ്, ബ്രദർ PS ജോൺ, പാസ്റ്റർ PAL ബിനു, ബ്രദർ A അലക്സാണ്ടർ എന്നിവരാണ് സൺഡേ സ്കൂൾ അടൂർ വെസ്റ്റ് സെന്റർ എക്സിക്യൂട്ടീവ്സ്. വാളറയിൽ സെഹിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യ 3ാമത് ജനറൽ കൺവെൻഷൻ. സെഹിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 2 മുതൽ 4 വരെ 10ാം മൈൽ വാളറ സെഹിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യ കൺവെൻഷൻ ഗ്രൗണ്ടിൽ 3ാമത് ജനറൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ KV യോഹന്നാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർമാരായ സജോ തോണിയാക്കുഴിയിൽ,
അജി ആന്റണി, ഡോക്ടർ ഷിബു കെ മാത്യു എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ ബ്രസൻ കെ ആർ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഓസ്ട്രേലിയയിൽ ചർച്ച് ഓഫ് ഗോഡ് ഓസ്ട്രേലിയ ഇന്ത്യൻ ചാപ്റ്റർ നാഷണൽ കോൺഫറൻസ്. ചർച്ച് ഓഫ് ഗോഡ് ഓസ്ട്രേലിയ ഇന്ത്യ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 11 മുതൽ 13 വരെ ഓസ്ട്രേലിയയിൽ നാഷണൽ കോൺഫറൻസ് നടക്കും. 11-12 തീയതികളിൽ വൈകിട്ട് 6:30 മുതൽ 9 വരെയും ഞായറാഴ്ച രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുമാണ് കോൺഫറൻസ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. റവറൻഡ് ജോ കുര്യൻ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. സുൽത്താൻ ബത്തേരിയിൽ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യ യുവജന ക്യാമ്പ്. ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 28 മുതൽ മെയ് 1 വരെ സുൽത്താൻ ബത്തേരി ICPF ക്യാമ്പ് സെന്ററിൽ ഡിവൈൻ ടച്ച് 3 എന്ന പേരിൽ ചതുർദിന യുവജന ക്യാമ്പ് നടക്കും. പാസ്റ്റർ വർഗീസ് ബേബി കായംകുളം ആൻഡ് പ്രയർ ടീം നേതൃത്വം നൽകും. മിഷൻ ചലഞ്ച്, ബൈബിൾ ധ്യാനം, സംഗീതാരാധന എന്നിങ്ങനെ തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ പ്രത്യേകതകൾ. ചേലക്കരയിൽ മാർച്ച് 24 മുതൽ സ്വർഗീയ അഗ്നി കൺവെൻഷൻ. ബഥേൽ AG ശാലേം ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 24 മുതൽ 26 വരെ ചേലക്കരയിലെ തൈക്കാട്ടിൽ ഓഡിറ്റോറിയത്തിൽ സ്വർഗീയ അഗ്നി 2025 കൺവെൻഷൻ നടക്കും. രാവിലെ 10-ന് വൈകിട്ട് 5:30-ന് നടക്കുന്ന യോഗങ്ങളിൽ റവറൻഡ് MA വർഗീസ്, പാസ്റ്റർ KK രഞ്ജിത്ത്, പാസ്റ്റർ റിജിൻ കോതമംഗലം എന്നിവർ പ്രസംഗിക്കും. ബ്രദർ റിച്ചു വർഗീസ് ആൻഡ് ബഥേൽ AG ശാലേം ചർച്ച് വർഷിപ്പിംഗ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഇന്തോനേഷ്യയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിൽ ട്രാൻസ് ഇൻഫ്ലുവൻസർക്ക് 3 വർഷ തടവ്. കുരിശ് കൃഷിയല്ല, ജൈവ കൃഷിയാണ് നാട്ടിൽ വേണ്ടതെന്ന് ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർക്കുറിയലോസ്. അനുമതിയില്ലാതെ ആലയങ്ങളിൽ ഉച്ചഭാഷ ഉപയോഗിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. വംശീയ കലാപത്തിൽ തകർന്ന മണിപ്പൂരിലെ ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 4ാമത് ഇടയ്ക്കാട് കൺവെൻഷൻ ഏപ്രിൽ 3-ന് ആരംഭിക്കും. IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ അടൂർ വെസ്റ്റ് സെന്റർ സൺഡേ സ്കൂൾ വാർഷികം മാർച്ച് 30-ന്. വാളറയിൽ സെഹിയോൻ മിഷൻ ചർച്ച് ഓഫ് ഇന്ത്യ 3ാമത് ജനറൽ കൺവെൻഷൻ. ഓസ്ട്രേലിയയിൽ ചർച്ച് ഓഫ് ഗോഡ് ഓസ്ട്രേലിയ ഇന്ത്യൻ ചാപ്റ്റർ നാഷണൽ കോൺഫറൻസ്. സുൽത്താൻ ബത്തേരിയിൽ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യ യുവജന ക്യാമ്പ്. ചേലക്കരയിൽ മാർച്ച് 24 മുതൽ സ്വർഗീയ അഗ്നി കൺവെൻഷൻ. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.